മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി, ചീകിയൊതുക്കാതെ അലസമായ മുടി, സൗമ്യമായ സമീപനം. ഉമ്മൻചാണ്ടി എന്ന പേര് കേൾക്കുമ്പോൾ നേരിൽ കാണാത്തവർക്കും ഒരിക്കൽ പോലും പരിചയപ്പെടാത്തവർക്കും മനസ്സിൽ ഓടിയെത്തുന്ന രൂപം ഇതാണല്ലേ. പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ KSU യൂണിറ്റ് പ്രസിഡന്റിൽ തുടങ്ങി കേരള മുഖ്യമന്ത്രി പദം വരെ എത്തിയ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ സാമൂഹിക കേരളത്തിന് നഷ്ടമായത് പകരം വെക്കാനില്ലാത്ത നായകൻ തന്നെയാണ്. കരോട്ട് വെള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി 1943 ഒക്ടോബർ 31 കോട്ടയം കുമരകത്താണ് അദ്ദേഹത്തിന്റെ ജനനം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂൾ പഠനത്തിനിടെയാണ് KSUവിലൂടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും. കോട്ടയം CMS കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, എറണാകുളം ലോ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് തന്നെ കേരളം ബാലജനസംഘം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അക്കാലത്ത് തന്നെ KSUവിലൂടെ സംഘടനാ പ്രവർത്തനവും അദ്ദേഹം ആരംഭിച്ചിരുന്നു. 1962 KSU കോട്ടയം ജില്ലാ സെക്രട്ടറിയും 67 സംസ്ഥാന പ്രസിഡന്റുമായി. 69 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ 5ാം നിയമസഭയുടെ വിധി എഴുതിയ ദിനമായിരുന്നു 1970 സെപ്റ്റംബർ 17. അന്ന് പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് വയസ്സ് 27. കന്നി മത്സരത്തിൽ തന്നെ 7258 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളിക്ക് പ്രതീക്ഷയായി ആ ചെറുപ്പക്കാരൻ MLA കസേരയിലേക്കും. പിന്നീട് അങ്ങോട്ട് പല വോട്ട് ദിനങ്ങളും വന്നു. എന്നാൽ അന്നു മുതൽ ഇന്നുവരെ അരനൂറ്റാണ്ടിലധികമായി പുതുപ്പള്ളിക്കാരുടെ ചുണ്ടുവിരലിലും മഷി നിറം പകർന്നത് കുഞ്ഞൂഞ്ഞിന്റെ പേരിന് മാത്രമായിരുന്നു. തോൽവി അറിയാത്ത കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട്. ജനങ്ങളിലേക്ക് ഇഴുകിച്ചേർന്ന് അയാൾ ജനപ്രിയനായി മാറി. ജനാധിപത്യത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ഏകാധിപതി. പുതുപ്പള്ളിക്കാരുടെ പരാതിപ്പെട്ടി തന്നെയായിരുന്നു കുഞ്ഞൂഞ്ഞ്. പുതുപ്പള്ളിയുടെ കവലകൾ സങ്കട ഹർജികളുടെ തീർപ്പുമുറികളും. പറച്ചിലിനപ്പുറം ജനങ്ങളെ കേട്ട് ഉമ്മൻചാണ്ടി അങ്ങനെ പുതുപ്പള്ളിക്ക് പ്രിയങ്കരനായി മാറി. ഉമ്മൻചാണ്ടി പതിയെ പാർട്ടിയുടെ പരകായകനായി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒച്ചയിലും ഒഴുക്കിലും ഒപ്പമുണ്ടായിരുന്നു ആ നേതാവ്. പുതുപ്പള്ളിയിൽ നിന്നും രണ്ടാമതും ജയിച്ചിറങ്ങിയ ഉമ്മൻചാണ്ടി ആദ്യം മന്ത്രിയായത് 1977 K കരുണാകരൻ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. കരുണാകര മേധാവിത്വമുണ്ടായിരുന്ന കാലത്തും പാർട്ടിക്കകത്തും പുറത്തും മുന്നണിയിൽ പോലും OC ഇഫക്റ്റ് നിർണായക ഘടകമായി മാറി. ആകെ 33 ദിവസം മാത്രമേ കരുണാകരന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. രാജൻ കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂട് പിടിച്ചതോടെ കരുണാകരന്റെ കസേരയും തെറിച്ചു. പിന്നാലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് AK ആന്റണിയും എത്തി. 1978 AK ആന്റണി സർക്കാരിലും തൊഴിൽ വകുപ്പ് OCയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പിന്നീട് 1981-82 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയില് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി. 91-95 കരുണാകരൻ മന്ത്രിസഭയിൽ തന്നെ ധനകാര്യ വകുപ്പിന്റെ തലപ്പത്തും അദ്ദേഹം എത്തി. ആന്റണി പക്ഷക്കാരനായ MM കുട്ടപ്പന് കരുണാകരന്റെ ഇടപെടലിനെ തുടർന്ന് രാജ്യസഭാ സീറ്റ് നഷ്ടമായി. ഇത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ രാഷ്ട്രീയ കോലാഹലം തന്നെയാണ് ഉണ്ടാക്കിയത്. രാജ്യസഭാ സീറ്റ് MM ജേക്കബിന് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ധനമന്ത്രി സ്ഥാനം രാജിവെച്ചതും. മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നതിനേക്കാൾ ശക്തനും തന്ത്രശാലിയുമായിരുന്നു മന്ത്രിപദം ഒഴിഞ്ഞ ആ പുതുപ്പള്ളിക്കാരൻ. ഘടകകക്ഷികളിലെ പ്രധാനിയായ മുസ്ലിം ലീഗുമായി നല്ല ചെങ്ങാത്തം കൂടാൻ ഉമ്മൻചാണ്ടിക്കായിരുന്നു. ഇവർക്കൊപ്പം കേരള കോൺഗ്രസ് പോലുള്ള കക്ഷികളെയും ആന്റണി പക്ഷത്തിനൊപ്പം നിർത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 2004 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് വൻ തിരിച്ചടിയായിരുന്നു നേരിട്ടിരുന്നത്. ഈ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ആന്റണി താഴെയിറങ്ങി. ശേഷം തന്റെ പിൻഗാമിയെ ആന്റണി തന്നെ പ്രഖ്യാപിച്ചു. തന്റെ വലം കൈയായി നിന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ തന്നെ. അങ്ങനെ 2006 വരെ ഭരണത്തലപ്പത്ത് അദ്ദേഹമായിരുന്നു. ആദ്യമായി മുഖ്യമന്ത്രിയായ ഈ കാലയളവിലാണ് ജനസമ്പർക്കം എന്ന ഒരു പരാതി പരിഹരണ മാർഗത്തിന് ഉമ്മൻചാണ്ടി തുടക്കമിട്ടത്. ജില്ലകളിലെ പ്രത്യേകം നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നടത്തുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളുമായി നേരിട്ടിടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാണുന്നതായിരുന്നു ഈ പരിപാടി. അതിന് വലിയ തോതിൽ ജനശ്രദ്ധ നേടാനും കഴിഞ്ഞിരുന്നു. 2004 ശേഷം 11-16 വർഷങ്ങളിലും ജനസമ്പർക്ക പരിപാടി നടത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇതിനിടെ 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF പരാജയത്തിന്റെ കയ്പ് രുചിച്ചറിഞ്ഞു. തുടർന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായി. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വീണ്ടും കേരളം ഭരണം പിടിച്ചു. 2 MLAമാരുടെ മാത്രം പിന്തുണയോടെ ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയായി. എന്നാൽ 2013 ഫെബ്രുവരി 11 സംസ്ഥാനത്താകെ 10,000 വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സർക്കാർ നടത്തിയ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിനെ വൻതോതിൽ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു.
സൗരോർജ്ജ പദ്ധതിയുടെ മൊത്ത കച്ചവടം നടത്തി സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും കോടികൾ തട്ടാൻ നീക്കം നടത്തിയതോടെ സംഭവം കേസായി. ഇത്തരത്തിൽ ലഭിച്ച തുകയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 1.90 കോടി കൈപ്പറ്റിയതായതായിരുന്നു ആരോപണം. പിന്നാലെ ഇതേ കേസിൽ ലൈംഗിക പീഡന ആരോപണവും ഉയർന്നു വന്നു. KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, AP അനിൽകുമാർ, AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരായ ലൈംഗിക ആരോപണ ലിസ്റ്റിൽ ഉമ്മൻചാണ്ടിയുടെ പേരും ഉൾപ്പെട്ടു. അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷം കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നിനാണ് സംസ്ഥാനം ഒട്ടാകെ നേതൃത്വം നൽകിയത്. 1 ലക്ഷം പേരെയാണ് തിരുവനന്തപുരത്ത് നടന്ന സമരത്തിൽ ഇടതുപക്ഷം അണിനിരത്തിയത്. ഉമ്മൻചാണ്ടിയെ മന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കാൻ പഠിച്ച പണി 18 നോക്കിയിരുന്നു LDF. അതിനായിട്ട് ശക്തിയുക്തം ആരോപണ ശരങ്ങളും പരിഹാസങ്ങളും സമരമുറകളും അങ്ങനെ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. സോളാർ കോലാഹലങ്ങളിലും മന്ത്രിസഭ ആടി ഇളകിയെങ്കിലും 2016 5 വർഷ കാലാവധി പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഭരണത്തിൽ നിന്നും പടിയിറങ്ങിയത്. പിന്നീട് ഭരണത്തലപ്പത്തെത്താൻ അദ്ദേഹത്തിനും മുന്നണിക്കുമായില്ല. പിന്നാലെ 2022 പിണറായി വിജയൻ സർക്കാർ തന്നെ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റും നൽകി. സാമാജികൻ എന്ന നിലയിൽ നിയമസഭയിൽ ഉമ്മൻചാണ്ടി 50 വർഷം പൂർത്തിയാക്കിയത് 2020 1970 നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന കന്നി അംഗത്തിൽ പുതുപ്പള്ളി പിടിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. സാമാജികനായി 51 വർഷം പൂർത്തിയാക്കിയ പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞൂഞ്ഞിന് 2022 നിയമസഭയുടെ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കാനായതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്.